ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദിയിൽ സകലത്തെയും സൃഷ്ടിച്ച സർവവല്ലഭനായ ക്രിസ്തേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എഡിഫൈയിങ് തോട്ട്സിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഉൽപ്പത്തിയിലെ ഉറവകൾ, സ്പ്രിങ്സ് ഓഫ് ജനസിസ് എന്ന തലക്കെട്ടിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചന പഠന പരമ്പരയുടെ 10ാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഓരോ ക്ലാസ്സുകളിലും ഓരോ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചിന്തിച്ചു വരുവാൻ അതിനോട് അനുബന്ധിച്ചുള്ളതായിരിക്കുന്ന പഠന വിഷയങ്ങളുമാണ് നാം ചർച്ച ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാത്തതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ യൂട്യൂബിൽ ആ സെഷനുകൾ ദയവായി കേൾക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അവസാന വാക്യങ്ങളിലേക്കും അതുപോലെ 2-ാം അധ്യായത്തിലേക്കും നാം കടന്നു വരുമ്പോൾ ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. 27-ാമത്തെ വാക്യം ഇങ്ങനെ: ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായി ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം ആദമിനെയും ഹവ്വയെയും ഒരുമിച്ചാണോ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ വേറെ വേറെ സമയങ്ങളിലാണോ സൃഷ്ടിച്ചത്? കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ദൈവം ആദാമിനെ 6-ാമത്തെ ദിവസവും ഹവ്വയെ പിന്നീട് ഒരിക്കലുമാണോ സൃഷ്ടിച്ചത്? പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ഒരു സംശയമാണ് ഇത്. 27-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹവ്വയെ സൃഷ്ടിക്കുന്ന വിധം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അത് നടന്നത്, അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷമാണ് അത് നടന്നത് എന്ന് വ്യക്തമായിട്ട് 2-ാം അധ്യായം വായിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം ഹവ്വയെയും ആദമിനെയും സൃഷ്ടിച്ചത് 6-ാമത്തെ ദിവസം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഹവ്വയെ സൃഷ്ടിച്ചത് ആദമിൽ ആണ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 27-ാം വാക്യത്തിൽ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവം മണ്ണിൽ നിന്ന് ഒരു രൂപമുണ്ടാക്കി ആദമിനെ സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ
അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതായിരിക്കുന്ന വലിയ സത്യമാണ്. നാം നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനോഹരത്വം എന്ന് പറയുന്നത് സൃഷ്ടിച്ച ഒരു നാളും പിന്നീട് അതിനെ അറേഞ്ച് ചെയ്ത, അതിൻ്റെ സ്ഥാനത്ത് ആക്കിയ, അതിനെ ഡിവൈഡ് ചെയ്ത, അതിനെ വേർതിരിച്ച നാള് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. വെളിച്ചം 1-ാം ദിവസമാണ് സൃഷ്ടിച്ചത്. എന്നാൽ 4-ാം ദിവസമാണ് വെളിച്ചത്തെ ദൈവം വേർതിരിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവം, വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം പ്രോഗ്രസീവായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയ്യുന്നവനാണ്. ഇവിടെയും ഹവ്വയെ ആദമിൽ സൃഷ്ടിച്ചു. എന്നാൽ ഹവ്വയെ വേർതിരിച്ചത്, ഹവ്വയായിട്ട് വെളിപ്പെടുത്തിയത് അത് പിന്നീട് ഒരു സമയത്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇങ്ങനെ ഞാനൊരു ചോദ്യം ചോദിച്ച് നമ്മുടെ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ദൈവം ഹവ്വയുടേതായിരിക്കുന്ന, ആദമിൽ നിന്ന് ഹവ്വയെ എടുക്കുന്ന ആ പ്രക്രിയ താമസിപ്പിച്ചത്? അല്ലെങ്കിൽ 6-ാം ദിവസം തന്നെ ആദമിനെയും ഹവ്വയെയും എന്തുകൊണ്ട് ദൈവം വേറെ വേറെ വ്യക്തികളായിട്ട്, അല്ലെങ്കിൽ വേറെ വേറെ ശരീരമുള്ളവരായിട്ട് സൃഷ്ടിച്ചില്ല? അതിന് പ്രധാനമായിരിക്കുന്ന 4 പ്രത്യേകമായിരിക്കുന്ന കാരണങ്ങൾ പറഞ്ഞ് ഇന്നത്തേതായിരിക്കുന്ന ചിന്തയിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഹവ്വയുടെ വേർപാട് അല്ലെങ്കിൽ ഹവ്വയുടെ സൃഷ്ടി ദൈവം താമസിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉത്തരമെന്ന് പറയുന്നത്, ആദം ഹവ്വയെ വിവാഹം കഴിക്കുന്നതിന് മുൻപായിട്ട് ആദം ഒരു വേല കണ്ടെത്തണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു. 15-ാം വാക്യം, 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. എന്ന് പറഞ്ഞാൽ, ഹവ്വയെ കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് ദൈവം ആദമിനെ കണ്ടെത്തുവാനായിട്ട് നടത്തിയത്, അല്ലെങ്കിൽ ദൈവം ആദമിന് നൽകിയത് ആദ്യം ഹവ്വയെ അല്ല, മറിച്ച് ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനുള്ള, അതിനെ കാക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിവാഹബന്ധം ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന എല്ലാ യവനക്കാരോടും പറയുവാനായിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ്, മാതാപിതാക്കളോട് പറയുവാനായിട്ടുള്ള കാര്യമാണ്. ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി സ്വന്തമായി ഒരു വേല ചെയ്തിട്ട് വേണം വിവാഹ ബന്ധത്തിലേക്ക് കയറുവാനായിട്ട്, അല്ലെങ്കിൽ വിവാഹ ബന്ധം ആരംഭിക്കുവാനായിട്ട്. അത് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഓർഡറാണ്, ദൈവത്തിൻ്റെതായിരിക്കുന്ന മാതൃകയാണ്, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. എന്നാൽ ഇന്ന് സാത്താൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ എപ്പോഴും മറിച്ചു കളയുവാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ്. ജോലിയോ വേലയോ കൂലിയോ ഒന്നുമില്ലാതെ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെട്ട് മാതാപിതാക്കളെ ആശ്രയിച്ച് പലപ്പോഴും ആ വിവാഹ ബന്ധത്തിൽ വിള്ളലുകളും പ്രയാസങ്ങളിലേക്കും എത്തിച്ചേരുന്ന അനേകരെ നമുക്ക് ഇന്ന് കാണുവാനായിട്ട് കഴിയും. അത് ദൈവത്തിൻ്റെ മാതൃകയല്ല, ദൈവ മാതൃകയ്ക്ക് വിരോധമായിരിക്കുന്ന മാതൃകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട്, എന്തുകൊണ്ടായിരിക്കാം ദൈവം ഹവ്വയെ ആദാമിന് നൽകുന്നതിൽ കുറച്ച് കാലതാമസം വരുത്തിയത് എന്ന് ചോദിച്ചാൽ, അതിനുള്ള രണ്ടാമത്തെ ഉത്തരം നമുക്കറിയുന്ന ഉത്തരമാണ്, ആദമിന് ഹവ്വയുടെ ആവശ്യം മനസ്സിലാക്കണം. ഇവിടെ ദൈവാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്, എല്ലാ മൃഗജാലങ്ങളും, സകല മൃഗജാലങ്ങളും
ആദമിന്റെ മുൻപിലൂടെ കടന്നു വന്നിട്ട് ആദമ് അവർക്ക് പേരിടുകയാണ്. ആദമ് ഉറങ്ങിയപ്പോൾ ആദമ് ഇട്ടതായിരിക്കുന്ന പേര് അവർക്ക് എല്ലാം പേരായി എന്ന് കാണുകയാണ്. 20-ാം വാക്യം, 2-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ മനുഷ്യൻ കന്നുകാലികളിലും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടിനും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായ തുണ കണ്ടുകിട്ടിയില്ല. ഇവിടെ ആദം ഒരു തുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്, ഒരാവശ്യം വരികയാണ്. ഇന്ന് പലപ്പോഴും കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ഒരു തുണക്കായിട്ടുള്ളതായിരിക്കുന്ന ആവശ്യബോധം പലരിലും ഇല്ല. ഇതൊരു വെറുമൊരു ആചാരമായിട്ട് ചടങ്ങായിട്ട് ചെയ്യുന്നതായിരിക്കുന്ന പല വ്യക്തികളുമുണ്ട്. അതാണ് നാം ഇന്ന് അനേക കുടുംബ ശിഥിലമായി പോകുവാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്ന്. ദൈവം അങ്ങനെയല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ആദമ് ഹൗവയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹൗവ ആദമിന് വേണ്ടിയിട്ടുള്ള ആവശ്യബോധം ഉള്ളവരായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. മൂന്നാമത്തെ കാരണം, ദൈവത്തിൻ്റെതായിരിക്കുന്ന വലിയ കരുതൽ. ദൈവമാണ് എനിക്ക് ഈ സഹായിയെ, അല്ലെങ്കിൽ ഈ ഭാര്യയെ, ഈ ഭർത്താവിനെ തന്നത് എന്നുള്ളത് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത്, ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ അത് അറിയേണ്ടത്, അറിഞ്ഞ് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ആഡം മസ്റ്റ് അക്നോളജ് ഗോഡ്സ് പ്രൊവിഷൻ ഓഫ് എ ലൈഫ് പാർട്ട്ണർ. അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിവാഹം എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ചതായിരിക്കുന്ന ഒരു വലിയ വ്യവസ്ഥയാണ്. ആ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് തന്നെ ദൈവം ആണ് ആദമിന് ഒരു ഭാര്യയെ നൽകിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം പ്രവർത്തിച്ചപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് നടക്കുവാനായിട്ടിടയായിത്തീർന്നു. ഒന്ന്, അവിടെ ഉറക്കമുണ്ടായിരുന്നു. ആദമിന് ഒരു ഗാഢ നിദ്ര വരുത്തി. 21-ാം വാക്യത്തിൽ ഞാനിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. കുടുംബജീവിതത്തിലും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവമാണ് എനിക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. അത് മാത്രമല്ല, അവിടെ രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആദമിന്റെ വാരിയെല്ലുകളിൽ ഒന്ന് ദൈവം എടുക്കുകയാണ്. അവിടെ ഒരു സർജറി നടക്കുകയാണ്. ഒരു വലിയ വേദനയുടെ അനുഭവം ആദമിന് ഉണ്ടാകുകയാണ്. കുടുംബജീവിതത്തിൽ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബജീവിതം ദൈവം നമുക്ക് നൽകുമ്പോൾ അവിടെ പലപ്പോഴും വേദനയുടെ അനുഭവം നമുക്കുണ്ടാകാം. അത് ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല, 22-ാം വാക്യത്തിൽ ആദാം എങ്ങനെയാണ് പറയുന്നത്? യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ആദം ആഗ്രഹിച്ചതായിരിക്കുന്ന ഒരു സ്ത്രീയെ ദൈവം നൽകുകയാണ്. ദൈവം നൽകുമ്പോൾ ആ പെർഫെക്റ്റ് ഭാര്യയെ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ഭർത്താവിനെ ദൈവം നൽകുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവം ഹവ്വയുടേതായിരിക്കുന്ന സൃഷ്ടി, അത് ഹവ്വയുടേതായിരിക്കുന്ന വേർപാട്, അത് താമസിപ്പിച്ചത് ആദം മനസ്സിലാക്കണം, ദൈവമാണ് എനിക്ക് നൽകുന്നത്. ദൈവം നൽകുമ്പോൾ അവിടെ പൂർണ്ണമായി ദൈവത്തിലുള്ള ആശ്രയം ആവശ്യമാണ്. ദൈവം നൽകുമ്പോൾ അവിടെ വേദനകൾ നമുക്ക് ദൈവം നൽകുന്നു. അത് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഉദ്ദേശമാണ്. അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന, നമുക്ക് ഏറ്റവും ചേരുന്നതായിരിക്കുന്ന ഒരു തുണയെ ദൈവം തരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാലാമത്തെ കാര്യം, എന്തുകൊണ്ടായിരിക്കാം ആ ഹവ്വയുടേതായിരിക്കുന്ന സൃഷ്ടി ദൈവം താമസിപ്പിച്ചത്? ആദം മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് the purpose of this great institution. ആദമിന് ഈ വിവാഹ വ്യവസ്ഥയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം ഈ വിവാഹ വ്യവസ്ഥ കൊണ്ടുവന്നത് അത് കേവലം
ഒരു ഹെൽപ്പറായിട്ടല്ല, അല്ലെങ്കിൽ ഒരു സഹായം മാത്രമായിട്ടല്ല, ഇത് വലിയൊരു വ്യവസ്ഥയാണ്, ഇത് വലിയൊരു ബന്ധമാണ് എന്ന് ആദം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 3 കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 23-ാം വാക്യം, അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. അവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാൻ. ഒരു വലിയ ഉദ്ദേശം ദൈവത്തിന് ഈ കുടുംബ ജീവിതത്തിലുണ്ട്. ഒന്നാമതായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സമർപ്പണമുള്ളവരായിട്ട് ഇരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിൻ്റെതായിരിക്കുന്ന രഹസ്യമെന്നുള്ളത് അത് കുടുംബജീവിതം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് അത് ഒന്നാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു മുന്നോട്ട് പോകുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കുടുംബജീവിതത്തിൽ ഈ ബന്ധത്തിനെക്കാട്ടിലും വലിയ ഒരു ബന്ധം ഉണ്ടാകുവാനായിട്ട് പാടില്ല. അഥവാ വേറെ ഒരു ബന്ധവും, അപ്പനാകട്ടെ അമ്മയാകട്ടെ സഹോദരങ്ങളാകട്ടെ, ഈ ബന്ധത്തിൻ്റെ ഇടയിൽ കടന്നു വന്ന് ഈ ബന്ധത്തെ നശിപ്പിക്കുവാനായിട്ട് പാടില്ല, അഫക്റ്റ് ചെയ്യുവാനായിട്ട് പാടില്ല. അതുമാത്രമല്ല, അത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ബന്ധത്തിൽ വലിയ ഒരു സിംബോളിസമുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ചിത്രം ദൈവം വെച്ചിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായിട്ട് സഭയെയും ക്രിസ്തുവിനെയും ഈ ബന്ധത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ബന്ധമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധം. അപ്പൻ മക്കൾ ബന്ധമുണ്ട്, സഹോദരങ്ങളുള്ള ബന്ധമുണ്ട്, അങ്ങനെ അനേക ബന്ധങ്ങളുള്ളപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് 1-to-1 റിലേഷൻഷിപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിന് ഒരു ഭാര്യ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് മാത്രം. ബാക്കി ബന്ധങ്ങളെല്ലാം ഷെയർഡ് ബന്ധങ്ങളാണ്. എന്നാൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം ഇത് 1-to-1 ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധത്തെ കർത്താവിനും സഭയ്ക്കും കർത്താവിനുമുള്ളതായിരിക്കുന്ന ബന്ധത്തിന് ചിത്രമായിട്ട്, അതിന് മാതൃകയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ ഈ വലിയ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കർത്താവിനെയും കർത്താവിൻ്റെ സഭയുടെയും മാതൃകയാണ്, വെളിപ്പെടുത്തുന്ന ബന്ധമാണ്. അതുകൊണ്ട് ദൈവം ഈ ബന്ധത്തിൽ ആക്കിയിരിക്കുന്നതായിരിക്കുന്ന വലിയ പ്രാധാന്യപ്പെട്ടതായിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കി, അതിൻ്റെ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കി, സമർപ്പണത്തോടെ ഒരുമയോടെ ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന മണവാട്ടി സഭയെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രൂശിലെ സ്നേഹമഗോചരമേ, നാശമോചനമെന്താശ്ചര്യമേ. ക്രൂശിലെ സ്നേഹമഗോചരമേ, നാശമോചനമെന്താശ്ചര്യമേ. പാശങ്ങളാകെയും അഴിച്ചു തന്ന ഈശനാരാധന. പാശങ്ങളാകെയും അഴിച്ചു തന്ന ഈശനാരാധന. സ്നേഹമേ